ചോദ്യം ചെയ്യാനും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ജനങ്ങളുടെ പക്ഷം ചേരുന്ന ഒരു വലിയ ശക്തിയായിരുന്നു മാധ്യമരംഗം എന്നത് മാറ്റി ഇന്ന് കേവലം ഊള റീൽസ് ഉണ്ടാക്കിയിട്ടിട്ട് സോഷ്യൽ മീഡിയക്ക് വേണ്ടി റീച്ച് കൂട്ടി നീയൊക്കെ കാശ് ഉണ്ടാക്കാൻ കാണിക്കുന്ന ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ആ ചാനലിന്റെ ഒരാൾ വന്നിരുന്ന് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു, മറ്റൊരാൾ വന്നിരുന്നിട്ട് BJPക്ക് വേണ്ടി സംസാരിക്കുന്നു, മൂന്നാമതൊരാൾ വന്നിരുന്നിട്ട് ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്നു. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? സ്വയം സൃഷ്ടിച്ചെടുത്ത 3 പക്ഷങ്ങൾ ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് എന്ത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ അവിടെ നടത്തുന്നത് എന്ന് പോലും ഈ മാധ്യമ രംഗത്തെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ തീരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. പണി അങ്ങനെയായി പോയില്ലോ. ഭയങ്കര കോമ്പറ്റീഷനാണ്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടിയിലാണ്ട് പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾ നിങ്ങളുടെ ആശയം പറയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയരുത്. ദയവ് ചെയ്ത് നിങ്ങളെ മാധ്യമ പ്രവർത്തനമായിട്ട് കാണാനും കഴിയില്ല. അരുൺകുമാർ, അതുപോലെ തന്നെ നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണ്ണിടിച്ചിലിൽ മരിച്ചുപോയി. അത് വളരെ കൃത്യമായി അവിടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അർജുന്റെ ശവശരീരത്തിനെ എടുത്തുവെച്ച് അയാൾ നടത്തിയിട്ടുള്ള വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം. നേരും നിറയോടെ ജീവിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല, പക്ഷേ നെറുകേട് കാണിക്കാൻ വേണ്ടി മാത്രം ജീവിക്കരുത്.